നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗംഭീരമായ പ്രകടനമാണ് ഇന്നലെ ആഴ്സണല് കവൻട്രിക്കെതിരെ നടത്തിയത്. കൈ ഹവേർട്സ് ഗോളടിച്ചു. ഫസ്റ്റ് ടച്ച് ഗോളായിരുന്നു അത്. സോ സ്ട്രൈക്കർ ഗോളടിച്ചിരിക്കുന്നു. ഗ്യോക്കറസ് അല്ല, ഹവേർട്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹവേർട്സിൻ്റെ മികവ് നമുക്കറിയാം. പരിക്കും പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ സീസണിൽ അദ്ദേഹം പൊളിച്ചെടുക്കും എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഹുലിയൻ അൽവാരസിനെ ശരിക്കും ആഴ്സണലിന് ആവശ്യമുണ്ടോ? ഹുലിയൻ അൽവാരസിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ആഴ്സണൽ ചർച്ചകൾ നടത്തി എന്നുള്ള വാർത്ത ഇന്നലെ ഇങ്ങനെ കത്തി നിന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഈ കളി കഴിഞ്ഞിട്ട് ആഴ്സണലിൻ്റെ കോച്ച് മൈക്കൽ ആർട്ടറ്റയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നത്, വെൻ യു സീ യുവർ ടീം പ്ലേ ലൈക്ക് ദിസ് ആൻഡ് ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് പെർഫോമൻസ്, ഡു യു ഫീൽ ദാറ്റ് ദിസ് ആഴ്സണൽ സ്റ്റിൽ നീഡ്സ് ടു സൈൻ എ സ്ട്രൈക്കർ ലൈക്ക് ഹുലിയൻ അൽവാരസ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ടീമിൻ്റെ കളി കണ്ടില്ലേ? എന്തൊരു കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കളിക്കുന്ന ഒരു ടീമിന് ഇനിയും ഹുലിയൻ അൽവാരസിനെ പോലെ ഒരു സ്ട്രൈക്കറുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് മൈക്കൽ ആർട്ടറ്റയോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അവസാനത്തിൽ വന്ന ചോദ്യമാണിത്. ഞാൻ ഈ സ്ക്വാഡിൽ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ ഇവിടെയുള്ള സ്ക്വാഡിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്ലേയേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യുക, ഇംപ്രൂവ് ദി പ്ലെയേഴ്സ് ദാറ്റ് വി ഓൾറെഡി ഹാവ്. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി നല്ല ടീമുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. വി ഓൾറെഡി ഹാവ് എ ലോട്ട് ഓഫ് ഗുഡ് ടീംസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മികച്ച ഒരു സ്ക്വാഡ്, ഒരുപാട് അവൈലബിലിറ്റി, ഒരുപാട് ക്വാളിറ്റി അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ക്വാഡ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സാധാരണഗതിയിൽ ടീമുകൾ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാന്നാണല്ലോ പറയുക, നിങ്ങൾ ടൈറ്റിൽ അറ്റാക്ക് ചെയ്യാനാണോ പോകുന്നതെന്നാണ്. അതേ പറഞ്ഞു, അത്തരത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മികച്ചൊരു പെർഫോമൻസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. ടീമിന് എവിടെയാണോ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, യു ബ്രോട്ട് ഇൻ എസ്രി കൊൻസ. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് നിങ്ങൾക്കുണ്ട്. ഇതാണോ നിങ്ങൾ മറ്റ് പ്രീമിയർ ലീഗ് ടീമുകൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം? നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്വാഡുണ്ട്, എതിരാളികളെ ഡൊമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അല്ല. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്വാഡ് നോക്കുമ്പോൾ നല്ലതാണ്. അതുപോലെ തന്നെ എതിരാളികളുടെ സ്ക്വാഡ് നോക്കിയാലും അവർക്കും നല്ല സ്ക്വാഡുണ്ട്. ഇപ്പോൾ ഞങ്ങളെക്കാൾ വലിയ സ്ക്വാഡുള്ള ടീമുകളുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളിൽ വിശ്വസിക്കുന്നു, അവരെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി പ്ലെയേഴ്സ് ദാറ്റ് വി ഓൾറെഡി ഹാവ്, ദി പ്ലെയേഴ്സ് ദാറ്റ് ക്യാൻ ഗിവ് us an edge and improve us. Ezri is certainly a player because we are really light in the defensive line and that was a massive risk to take എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ താരങ്ങളെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് പകരം അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ആഴ്സണലിൻ്റെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും ഹുലിയൻ അൽവാരസിനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ പ്രമുഖ ഫുട്ബോൾ പണ്ഡിറ്റുകളും ഫുട്ബോൾ ജേർണലിസ്റ്റുകളും പറഞ്ഞ, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഗാസ്നെഡൂല കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ആഴ്സണൽ ശ്രമം നടത്തിയിട്ടുണ്ട്, ബട്ട് ഹുലിയൻ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നില്ല ഇനിയിപ്പോൾ കൂടുതൽ സ്ട്രൈക്കർമാരെ വേണോ വേണ്ടിയെന്നുള്ളത്. പക്ഷേ പല ആരാധകർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. കൈ ഹവേർട്സ് ഡെഫിനറ്റ്ലി മികച്ച സ്ട്രൈക്കറാണ്, പക്ഷേ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു പ്രൊളിഫിക് സ്ട്രൈക്കറെ ലഭിക്കണമെന്നില്ല. ഗ്യോക്കറസ് പ്രൊളിഫിക് സ്ട്രൈക്കർ ആയിരുന്നു ആഴ്സണലിലേക്ക് വരുന്നതിന് മുമ്പ്, പക്ഷേ അത്രയധികം പ്ലെയിൻ ടൈം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. സോ സ്റ്റിൽ ആഴ്സണൽ ഒരു സ്ട്രൈക്കർക്ക് വേണ്ടി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.